ഇപ്പോഴത്തെ നിന്നെ ഞാൻ കാണാതിരിക്കാനാ നീ ഇത്രയും നാൾ ഒളിച്ചു നടന്നെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ നിന്നെ നിനക്ക് തന്നെ ഇഷ്ടമില്ലെന്നാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്വപ്നം കാണാൻ നീ ഇടയ്ക്ക് എവിടെയോ വെച്ച് മറന്നുപോയി. എന്നെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇത്രയും കാലം എന്നിൽ നിന്ന് മറഞ്ഞു നിന്നതെന്ന് പറഞ്ഞുവെങ്കിൽ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഭാഗം അല്ലേ, ഹൗ ഓൾഡ് ആർ യു എന്ന ഫിലിമിൽ എന്നെ വളരെയേറെ ടച്ച് ചെയ്ത ഒരു രംഗമാണ്. ഇതുപോലെയുള്ള ഒരു കാര്യം നമ്മൾ പലർക്കും അല്ലേ, പലരുടെയും ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടുള്ള ഒരു രംഗമാണ് അല്ലേ. അതായത് കോളേജ് കാലത്തോ സ്കൂളിലോ ഒക്കെ നമ്മൾ വളരെ വലിയ രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് പിന്നീട് ആ ഒരു രീതിയിലുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിൽ എവിടെയൊക്കെയോ നമുക്ക് ഒരു ലിമിറ്റേഷൻസ് വന്നതായിട്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? അപ്പം അതുകൊണ്ട് തന്നെ ഈ ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന ഫിലിം ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് പലപ്പോഴും നമ്മുടെ അവരവരുടെ തന്നെ ജീവിതത്തിലൂടെയുള്ള കാര്യങ്ങളാണ്. അതിലെ നിരുപമ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന് പലപ്പോഴും നമ്മളുമായിട്ടൊക്കെ എവിടെയൊക്കെയോ ഒരു താതാത്മ്യം പ്രാപിക്കുന്നുണ്ട് അല്ലേ. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ കഥയാണ് പിന്നീട് അവളത് തിരിച്ചു പിടിക്കുന്നതും. അപ്പം ഇവിടെ എന്താണ് അവൾക്ക് സംഭവിച്ചത്? അവളുടെ സ്വപ്നങ്ങൾ അവൾക്ക് എവിടെയോ കൈമോശം വന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് അവളുടെ കൂട്ടുകാരി പറയുന്നുണ്ട്, നിനക്ക് എവിടെയാണ് നിനക്ക് പാളിപ്പോയത് എന്നൊക്കെ അല്ലേ. അപ്പോൾ അവളുടെ അവളുടെ ഫാദർ മരിച്ചതും അച്ഛൻ്റെ ഡൈഹാർനസ് കിട്ടിയ ജോബ് അങ്ങനെയൊക്കെ. അപ്പോൾ അവളുടെ പുതിയൊരു ഫാമിലിയിലേക്ക് കടന്നുപോയി. അവിടെ അവളെ തന്നെ ഒരു എന്ന് പറയുന്നത്, അതായത് ഒരു ബോക്സിനകത്തായി പോയ ഒരു ബോളിൻ്റെ അവസ്ഥ പോലെയാണ് ജീവിതം. സോ ഷീ ഈസ് ലിമിറ്റിംഗ് ഹർ സെൽഫ്. സോ ആൻഡ് ഇഫ് ഷീ കനോട്ട് ഓവർകം ഫ്രം ദാറ്റ് ലിമിറ്റേഷൻസ്, അതായത് എനിക്കിനി ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ എനിക്കിതൊക്കെ പറ്റത്തുള്ളൂ, എന്നെക്കൊണ്ട് ഇതൊക്കെ ഇനി സാധിക്കുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഈ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനുള്ളതാണ് എൻ്റെ ജീവിതം, ഡൈഹാർനസിൽ എനിക്ക് കിട്ടിയ ഒരു ജോലി, ആ ജോലി ഒരു ഗുമസ്തയായി ഞാൻ റിട്ടയർ ചെയ്തോളാം. പ്രത്യേകിച്ച് നമ്മളെക്കുറിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പോലും ഒരു പറയാനായിട്ടൊന്നുമില്ല, മക്കൾക്ക് പോലും പറയാനായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് പോലും കുറ്റപ്പെടുത്തലല്ലാതെ അവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും ആർക്കും നമ്മളെക്കുറിച്ച് ഒരു സന്തോഷത്തോടു കൂടി പറയാൻ ഇല്ലാത്ത കുറേ ജന്മങ്ങൾ നാം കാണാറുണ്ടല്ലേ. സോ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നമ്മളുടെ ലിമിറ്റേഷൻസിനകത്ത് ആ ഒരു വേലിക്കെട്ടിനകത്ത് നമ്മൾ കുടുങ്ങിപ്പോയി എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ലിമിറ്റേഷൻസിൽ നിന്ന് നമ്മൾ ആ ഒരു പുറം ചട്ടയ്ക്കുള്ള അല്ലെങ്കിൽ ആ തോടിനകത്ത് നിന്ന് നമ്മൾ പൊട്ടിച്ച് പുറത്ത് വരേണ്ടത് നമ്മൾ അത്യാവശ്യമാണ്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡ്രീംസിനെ നമുക്ക് ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ അവളുടെ കൂട്ടുകാരി പറയുന്ന പോലെ നിൻ്റെ സ്വപ്നങ്ങൾ നിൻ്റെ സിഗ്നേച്ചർ ആവണം എന്ന് പറയുന്നത് പോലെ ആ ഒരു സിഗ്നേച്ചറിലേക്കുള്ള അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളിലേക്കുള്ള പ്രയാണമാണ് ഓരോ വ്യക്തിക്കും. അപ്പോൾ ആ തൻ്റെ ലിമിറ്റേഷൻസിനെ അത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മളെ നാം അറിയുന്നത് പോലെ ലോകത്ത് വേറെ ഒരാളും അറിയുന്നില്ലേ. അതിന് വേണ്ടത് കോൺഫിഡൻസ് ആണ്, പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ്. നമ്മളെ അറിയാവുന്നിടത്തോളം തന്നെ എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് എനിക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ എനിക്ക് എന്താണോ ഇപ്പോഴുള്ള എൻ്റെ ലിമിറ്റേഷൻസിനെ അതിനെ ഓവർകം ചെയ്യാൻ എനിക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിനുള്ള കോൺഫിഡൻസ് ആണ് എനിക്ക് വേണ്ടത്. ആ കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ സ്കൈ ഈസ് യുവർ ലിമിറ്റ്. നിന്നെ ഒരാൾക്കും തടുത്ത് നിൽക്കാൻ പറ്റില്ല. അവിടെ നിരുപമ എന്ന് പറയുന്ന ആ പെൺകുട്ടി അവൾ രാഷ്ട്രപതിയുടെ മുന്നിൽ വരെ എത്തിച്ചേർന്നുവെങ്കിൽ അവളെ ധൈര്യമായിട്ടൊരു രാജ്യത്തിൻ്റെ ഒരു ജൈവ കൃഷിയുടെ അതിൻ്റെ ഒരു കടിഞ്ഞാൻ അവളെ ഏൽപ്പിക്കാൻ, ധൈര്യപൂർവ്വം ഏൽപ്പിക്കാൻ ഒരു രാഷ്ട്രപതിക്ക് കഴിഞ്ഞുവെങ്കിൽ അത്രമാത്രം ആ ഒരു കളക്ട്രേറ്റിലെ ഒരു ക്ലർക്കായിരുന്ന ഒരു വ്യക്തി അവളുടെ ആ പുറന്തോട് പൊട്ടിച്ച് പുറത്ത് വന്നെങ്കിൽ
ആണെങ്കിലും അവൾക്ക് സാധിച്ചെങ്കിൽ നമ്മൾ ഓരോ വ്യക്തികൾക്കും അത് സാധ്യമാണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കോൺഫിഡൻസിനെ നമ്മൾ പുറത്തെടുത്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്നു, നമുക്കിതൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ വയ്ക്കുന്നു. പക്ഷേ ഇന്ന് നമുക്കൊന്ന് മാറി ചിന്തിക്കാം. നമുക്കും എനിക്കും അതുപോലെ ഒരു സ്വപ്നത്തിലേക്ക്, എൻ്റെ സ്വപ്നത്തിലേക്ക്, അതിലേക്ക് ചിറകടിച്ചുയരാൻ ഒരു ബട്ടർഫ്ലൈ, ഒരു ആ പുഴുവിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈയുടെ ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു മെറ്റമോർഫിസം നടന്നതുപോലെ എനിക്കും എന്നെ ഉള്ളിൽ നിന്ന് ഒരു വർണ്ണശലഭമായിട്ട് പറന്ന് ആകാശത്തിലേക്ക് ഉയരാനായിട്ട് എനിക്ക് തീർച്ചയായിട്ടും കഴിയും. അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ആ ബോക്സിൽ നിന്ന് എന്നെ ഒന്ന് പൊട്ടിച്ച് വെളിയിലെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അതിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തുടക്കം കുറിക്കാം. അപ്പോൾ ഏവരും അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കില്ലേ? നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.